വെൽക്കം ടു ആലത്തൂർ. ഇല്ല, നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുമായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വെയിറ്റ് ചെയ്യും. കോഴിക്കോട് നിന്ന് വന്ന് ആലത്തൂരിൻ്റെ പെങ്ങളൂട്ടിയായതാണ്. 5 വർഷം കഴിഞ്ഞു. ഇപ്പം എന്ത് തോന്നണോ? കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ആളിൽ നിന്ന് എത്ര വ്യത്യസ്തയാണിപ്പോൾ? കാരണം വ്യക്തിപരമായിട്ട് നമുക്ക് അനുഭവങ്ങൾ ഒത്തിരി കൂടി. കാരണം നമ്മൾ കണ്ടിരിക്കുന്ന കേട്ടിരിക്കുന്ന ആലത്തൂരല്ലല്ലോ എന്തായിരുന്നാലും. അപ്പം നമ്മൾ ഈ ഒരു 5 വർഷം ആകുന്ന സമയങ്ങളിൽ നമ്മൾ ഇവിടുത്തെ പ്രദേശങ്ങളെക്കുറിച്ച് അറിഞ്ഞു, ഇവിടുത്തെ ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ. അപ്പം അതൊക്കെ കണ്ടറിയാനും നേരിട്ടറിയാനും ഈ ഒരു 5 വർഷം കൊണ്ട് സാധിച്ചു. അതേപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കുവാനും, അതേപോലെ തന്നെ ഏറ്റവും സാധാരണക്കാരുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലം. നിങ്ങൾക്കത് നോക്കിയാൽ തന്നെ അറിയാം, മറ്റു മണ്ഡലങ്ങളിലെ പോലെയല്ല ആലത്തൂർ പാർലമെൻറ്റ്. പ്രത്യേകിച്ച് പാലക്കാടും തൃശ്ശൂരും കൂടി ചേർന്ന് വരുന്നതാണ്. അപ്പോൾ പാലക്കാടിൻ്റെ ഒരു ഗ്രാമീണതയും നെൽകർഷകരും ക്ഷീര കർഷകരും നാളികേര കർഷകരും അങ്ങനെ എല്ലാം കൂടി ഒരു എന്താ പറയുക കൂട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ഇടമാണ് ആലത്തൂർ. ഇപ്പോൾ കഴിഞ്ഞ തവണ ശരിക്കും പറഞ്ഞാൽ ഒരു സർപ്രൈസ് വിക്ടറി ആയിരുന്നു. കാരണം ആലത്തൂർ പരമ്പരാഗതമായി CPM ജയിക്കുന്ന LDF ജയിക്കുന്ന മണ്ഡലം. മുമ്പ് ഒറ്റപ്പാലമായിരുന്നാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. ക്യാമ്പയിൻ നടക്കുമ്പോൾ വിജയിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടാക്കി പോലും പൊതുസമൂഹമോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ഒന്നും വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ പക്ഷേ 5 വർഷം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു കാൻഡിഡേറ്റ്. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് പാർട്ടിയുടെ അടുത്ത്, എനിക്കൊരു പരിചയമില്ലാത്തൊരു സ്ഥലമാണ്, പക്ഷേ പാർട്ടി എന്നിലൊരു വിശ്വാസം അർപ്പിച്ച് ഈ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വവും അതോടൊപ്പം തന്നെ പാർട്ടി പറയുന്നത് ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ, ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉത്തരവാദിത്തപ്പെടുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു ആലത്തൂർ എന്ന് പറയുന്ന പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇത് എല്ലാ അമ്മമാരും എൻ്റെ ഒരു അമ്മമാരാണ്, എൻ്റെ സഹോദരികളാണ്. ഓരോ വീടും എൻ്റെ കുടുംബമായിട്ട് മാറി എന്നുള്ളതാണ് ഈ ഒരു 5 വർഷത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് പറയാം. ഒരു സവിശേഷതകൾ കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ ലോക്സഭാ MP ആണ്. അത് ആ അനുഭവം എങ്ങനെയാണ്? അതെന്തെങ്കിലും വ്യത്യസ്തമായ അനുഭവം പ്രദാനം ചെയ്യുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലത്തൂരിൽ ജനങ്ങളെയാണ്, എൻ്റെ അമ്മമാരെ അല്ലെങ്കിൽ എൻ്റെ ആളുകളെയാണ് പ്രതിദാനം ചെയ്യണത്. എങ്കിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ളവരും നമ്മളെ കാണുന്നത് അവരുടെ വീട്ടിലൊരു അംഗമായിട്ടാണ്. അപ്പോൾ പാർലമെൻറ്റിനകത്ത് ഒരു വനിതാ പ്രതിനിധി കേരളത്തിൽ നിന്നുള്ളത് എന്നുള്ള രീതിയിൽ പല സമയങ്ങളിലും നമുക്ക് അതിൻ്റേതായിരിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ, ഇപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ വരുമ്പം, സ്ത്രീകളും കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ നേരിടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ. ചരിത്രപരമായ കാരണം ഒടുവിൽ വനിതാ സംവരണ ബില്ല് പാസ്സാകുമ്പോൾ പാർലമെന്റ് മെമ്പറാണ്. അതെ. അപ്പം അത് പാസ്സായി എന്നുള്ളതാണ്. അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു മറ്റൊരു വശം വേറെ ഇരിപ്പുണ്ട്. കോൺഗ്രസ് എപ്പോഴും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. കോൺഗ്രസ് അത് സഭയിൽ കൊണ്ടുവന്ന ആളുകളാണ്. അത് വോട്ടിട്ട് പരാജയപ്പെടുത്തിയവരും അതിനെ നിരുത്സാഹപ്പെടുത്തിയവരും ആരാണെന്നൊക്കെ പൊതുജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വനിതയായിരിക്കുമ്പോഴും നമുക്ക് കൂടുതൽ വനിതകളുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം. എന്താണ് ഓരോ സ്ത്രീ നേരിടുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിജീവിച്ചു വരുന്ന സാഹചര്യങ്ങൾ, ഒരു സ്ത്രീയിലുണ്ടാകുന്ന പല മാറ്റങ്ങളും പല രീതിയിലുള്ള സാഹചര്യങ്ങളെയും എങ്ങനെയാണ് അവർ ആ വേദനയെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരുന്നതിനേക്കാൾ നമുക്ക് അനുഭവിക്കുക വേറൊരു കാര്യമാണ്. എനിക്ക് മറ്റൊരു കാര്യം തോന്നിയിട്ടുള്ളത്, കേരളത്തിൽ ഇപ്പോൾ 18 UDF MP-മാരുണ്ടെങ്കിലും CPM പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ആലത്തൂർ MP ആണ്. സത്യത്തിൽ ഫസ്റ്റ് ടൈം MP ആണ്, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവെന്നൊന്നും പറയാനില്ല. എന്നിട്ടും ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് രമ്യ ഹരിദാസ് ആണ് എന്നുള്ളത് എന്തുകൊണ്ടായി? കാരണം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എനിക്ക് ശരിക്കും വലിയ വിഷമമായിരുന്നു. കാരണം വിജയരാഘവൻ സാറിനെ പോലെ ഒരാൾ അത്തരം ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പം പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് അദ്ദേഹം പറയുകയും ചെയ്തു. അത് അന്ന് തന്നെ വളരെയധികം വേദനിപ്പിച്ചതാണ്. കാരണം നമുക്ക് അത്തരം സാഹചര്യം മുൻപ് ഉണ്ടായിട്ടില്ല. നേരിട്ട് അങ്ങനെ ഒരു അറ്റാക്ക് അങ്ങനെ എനിക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത് നേരിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഇത്തരം പ്ലാറ്റ്ഫോമുകളെ. അതിന്റെ കാരണം ഒന്ന് അപ്രതീക്ഷിതമായി ജയിച്ചു എന്നുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ CPM-ന്റെ കോട്ടയായിരുന്ന ഒരു മണ്ഡലത്തിൽ ജയിച്ചു എന്നുള്ളത് കൊണ്ടാണോ, അതല്ലെങ്കിൽ വനിത എന്നുള്ളത് കുറച്ചുകൂടി ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ ആയതുകൊണ്ടാണോ, എന്താണ് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത്? ഈ പറഞ്ഞ എല്ലാ കാരണങ്ങളും അതിനകത്തുണ്ടാവും. പാലത്തൂർ പാർലമെൻറ്റ് മണ്ഡലം, കാരണം എൻ്റെത് പാലക്കാട് ജില്ലയും തൃശ്ശൂരും കൂടി ചേർന്ന് വരുന്നതാണ്. ഇപ്പോൾ കുന്നംകുളം മുതൽ ഇവിടെ നെന്മാറ ചിറ്റൂർ വരെ നീണ്ടു കിടക്കുകയാണ്. ഇടതുപക്ഷ അനുഭാവികൾ ഒത്തിരി പേര് ആത്മാർത്ഥമായിട്ട് പാർട്ടിയെ സ്നേഹിക്കുന്ന എത്രയോ കുടുംബങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവരൊക്കെ പലപ്പോഴും
പറയുന്ന കാര്യങ്ങളുണ്ട്. അവർ പണ്ട് കണ്ടിരുന്ന ഒരു ഇടതുപക്ഷമല്ല ഇന്ന് കാണുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം പലരും ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പം ആ രീതിയിൽ പുറത്തു നിന്നാണ് ഇത്തരം രീതിയിലുള്ള ഒരു അറ്റാക്ക് പലപ്പോഴും ഉണ്ടാകുന്നത്. ചിലപ്പോൾ സ്ത്രീ ആയതുകൊണ്ടും ഉണ്ടായേക്കാം. കാരണം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സഹോദരി നമുക്ക് കിട്ടുന്ന, ഇപ്പം എനിക്ക് എൻ്റെ മണ്ഡലത്തിനകത്ത് ഓരോ സാധാരണക്കാരൻ്റെ അടുത്തും കിട്ടുന്ന ഒരു സ്നേഹമുണ്ട്. നമുക്കതൊന്നും വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നതല്ല. അപ്പം അതൊക്കെ നമുക്ക് ആവോളം കിട്ടുകയും അത് നമ്മൾ അനുഭവിക്കുകയും കാണുന്ന സമയത്ത് അസഹിഷ്ണുത തോന്നുന്ന ആളുകൾ എൻ്റെ മണ്ഡലത്തിൻ്റെ പുറത്തുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു അറ്റാക്കായിട്ടാണ് അതിനെ കാണാൻ സാധിക്കും. ഈ പെങ്ങളൂട്ടി എന്ന് വിളിക്കുന്നത് ഇഷ്ടമാണോ ശരിക്കും? പിന്നെ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. കാരണം കാരണം അത് എല്ലാവർക്കും കിട്ടും. അപ്പം അഭിലാഷി വിചാരിച്ചാൽ പോലും ഒരു പക്ഷേ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മളെ അവരുടെ വീട്ടിലൊരു അംഗമായി, ഒരു അനിയത്തിക്കുട്ടിയാണ് അല്ലെങ്കിൽ പെങ്ങളൂട്ടി പലപ്പോഴും ഇപ്പോഴും മുതിർന്ന ആളുകളൊക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ സമപ്രായക്കാർ കാണുമ്പോഴും അത് അങ്ങനെ തന്നെ വിളിക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു സന്തോഷമാണ്. അതിലിപ്പോൾ ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു രക്ഷകർത്തൃത്വം വരുന്നത്. ഒരു പുരുഷനാണെങ്കിൽ അങ്ങനെ വാത്സല്യം ചേർത്ത് വിളിക്കില്ല. അപ്പോൾ ഒരു വനിതാ പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ സ്നേഹവും വാത്സല്യവും ഒക്കെ അധികം ചേർക്കുന്നത് നമ്മുടെ ഒരു പാട്രിയാർക്കൽ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണെന്നാണ് ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്നത്. കാരണം എൻ്റെ മണ്ഡലത്തിലുള്ള ആളുകളെന്ന് പറയുന്നത് സാധാരണക്കാരാണ്. അവരെ സംബന്ധിച്ച് അവരെന്നെ മകളായിട്ട് കാണുന്നതിൽ ഈ പറയുന്ന ആളുകൾ എന്തിനും ഇത്ര അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പം നമുക്ക് അവർ നൽകുന്ന സ്നേഹം നമ്മൾ തിരിച്ചു കൊടുക്കുമ്പം ആ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നെ അവരത് വിളിക്കുന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്, ഞാൻ വളരെയധികം സന്തോഷമാണ് അവരുടെ ഒരു സഹോദരിയായിട്ട് കാണുന്ന സമയത്ത്. അതിൽ മറ്റുള്ളവർ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. നമ്മൾ അതിനെ ആസ്വദിക്കുകയാണ്. ഇപ്പം ഇവിടെ മത്സരിക്കാൻ വരുന്ന സമയത്ത് ആ തരത്തിലുള്ള ഒരു സ്വീകരണവും സ്വീകാര്യതയും ഉണ്ടായിരുന്നു. അതിന് പല ഘടകങ്ങൾ ഉണ്ട്. പക്ഷെ 5 വർഷം കഴിഞ്ഞു. 5 വർഷത്തെ സിറ്റിംഗ് MP ആണ്. ഇപ്പം സർക്കാരുകൾക്കെതിരെയൊക്കെ ഭരണവിരുദ്ധ വികാരം ഉള്ളതുപോലെ ജനപ്രതിനിധികൾക്കെതിരെയും ഉണ്ടാകാം, MLA-ക്കെതിരെ MP-ക്കെതിരെയൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഈ 5 വർഷം മുമ്പ് ഇങ്ങോട്ട് വന്നപ്പോൾ അതേ സ്നേഹവും കരുതലും വാത്സല്യവും ഒക്കെ ഇപ്പോഴും ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ, അതോ അതിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇപ്പം ഇത് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കുഴൽമന്ദം എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ നിന്നിട്ടാണ് നമ്മളിപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുഴൽമന്ദം ടൗൺ ആണെങ്കിലും ഇനിയിപ്പോൾ നമ്മുടെ തൊട്ടടുത്ത മൊടപ്പല്ലൂർ അങ്ങാടി, അതേപോലെ ആലത്തൂർ, അങ്ങനെ നമ്മൾ ഒരു പ്രോഗ്രാമിന് നമ്മളിപ്പോൾ ഒരു ടൗണിലൂടെ ഒരു പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ചേട്ടാ ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാമിന് പോകുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു പോയാൽ അതിപ്പോൾ ഏത് തൊഴിലാളി സംഘടനകളാണെങ്കിലും ഓട്ടോ ചേട്ടന്മാരാണെങ്കിലും വ്യാപാരി സുഹൃത്തുക്കളാണെങ്കിലും തിരിച്ചു വരുമ്പം ഒരു കട്ടൻ ചായ അവിടെ എടുത്തു വയ്ക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ ചായ കുടിക്കാൻ നമ്മൾ വരുമെന്നുള്ളൊരു എന്താ പറയുക, അവരുടെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, അതിപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട്. വന്ന നാൾ മുതൽ ഏതൊരു അങ്ങാടിയിലേക്ക് ടൗണിലേക്ക് നമ്മളൊരു പ്രോഗ്രാമിന് ടൗൺ വഴി പോയാൽ തിരിച്ചു വരുമ്പം ആ ചായ നമുക്ക് അന്നും തന്ന അതേ ചായ ഇന്നും നമുക്ക് ആ ചായ എടുത്തു വെക്കാൻ ആളുകളുണ്ട് എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ സ്നേഹത്തിന് ഒട്ടും കുറവില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ ജയിച്ചപ്പോൾ പാട്ടും പാടി ജയിച്ചു എന്നാണ് പലരും പറഞ്ഞത്. ഇപ്പോഴും പാട്ടൊക്കെ പാടാൻ സമയം കിട്ടാറുണ്ടോ? കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുൻപിൽ വരുന്ന ആളുകൾ, നമ്മളോട് നമ്മുടെ പ്രോഗ്രാമിന് ചെല്ലുന്ന ഇടങ്ങളിലെ ആളുകൾ ഏറ്റവും ആ പരിപാടികളെ ആസ്വദിക്കുവാനും അല്ലെങ്കിൽ ആ പരിപാടിയെക്കുറിച്ച് അറിയുവാനും ആ പരിപാടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്താണ് MP അല്ലെങ്കിൽ ജനപ്രതിനിധി പറയുന്നത് എന്ന് കേൾക്കാനാണ് വരുന്നത്. അപ്പോൾ അതവർ കേൾക്കണമെങ്കിൽ പലപ്പോഴും ഞാൻ തന്നെ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, പ്രസംഗം ചിലപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ എനിക്ക് പോലും പലപ്പോഴും പല പ്രസംഗങ്ങളും അരോചകമായി തോന്നിയിട്ടുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മാഷിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, മാഷേ ഈ പ്രസംഗം ഒന്ന് നിർത്തി കിട്ടിയാൽ നമുക്ക് നമ്മുടെ പാട്ടോ അല്ലെങ്കിൽ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാമല്ലോ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു ജനപ്രതിനിധിയായിട്ട് മാറി വരുമ്പോൾ എൻ്റെ മുൻപിൽ ഇരിക്കുന്നവരുടെ കാഴ്ചപ്പാടും ഞാൻ അന്ന് ചിന്തിച്ച പോലെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പം എൻ്റെ മുൻപിൽ ഇരിക്കുന്നവർ പറയുകയാണ് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ അതിനകത്ത് ഒരു പാട്ടുകൂടി ഉണ്ട് എങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളുമായി കണക്ട് ചെയ്യുന്നതോ ആയിരിക്കുന്ന ഒരു പാട്ട് പാടാതെ ഞാൻ പോകാറില്ല. അപ്പം അതിപ്പോൾ ഏതൊരു വേദിയിൽ ചെന്നാലും അവിടെ ആളുകൾ അമ്മമാരായിരിക്കാം, ചിലപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കാം, ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഓട്ടോ തൊഴിലാളികളായിരിക്കാം, അല്ലെങ്കിൽ തൊഴിലാളി ആളുകളായിരിക്കാം. അപ്പോൾ അവരത് ആസ്വദിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അത് പാടിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം കോൺഗ്രസിൻ്റെ നമ്പേഴ്സ് കുറവാണ്, പഴയതുപോലെയല്ല. പാർലമെന്റിൽ കുറച്ച് MP-മാരേ ഉള്ളൂ. അതിൽ തന്നെ വനിതകൾക്ക് വളരെ അഗ്രസീവായിട്ടൊക്കെ ഇടപെട്ടാൽ കുറെ കൂടി വലിയ ദേശീയ ശ്രദ്ധ കിട്ടാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ന് തോന്നുന്നുണ്ടോ? പാർട്ടിയാണ് പാർലമെന്റിനകത്ത്, സഭയ്ക്കകത്തും സമയം പാർട്ടികൾക്കാണ്
അനുവദിക്കുന്നത്. ആ പാർട്ടികൾക്ക് അനുവദിക്കുന്ന സമയത്തിൽ ഓരോ വിഷയവും ആരാണ് അതിനകത്ത് പ്രസൻറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനകത്ത് ഇടപെടൽ നടത്തേണ്ടത്, ഓരോ വിഷയത്തിലും ഓരോ ആളുകളെയാണ് പാർട്ടി നിയോഗിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പം മുതിർന്ന ആളുകൾ ചിലപ്പോൾ ചില ഡിസ്കഷൻ ഓപ്പൺ ചെയ്യും. അപ്പോൾ അതിനകത്ത് 2-3 പേർക്കാണ് അവസരം കിട്ടുക. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കകത്ത് ഇത്രയും ആളുകൾ ഉണ്ടാകുമ്പം ഒരു ഡിസ്കഷനകത്ത് 5 പേർക്കോ 6 പേർക്കോ ആയിരിക്കും ചാൻസ് കിട്ടുക. അപ്പോൾ അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു MP ആണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളത്. അപ്പോൾ അവർ 3 പേരുണ്ട്. അപ്പോൾ അവർ 3 പേരിൽ വരുമ്പോൾ അവർക്ക് ഈ 3 പേർക്ക് മാത്രമാണ് ചാൻസ് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് ആ 3 പേർക്ക് മാത്രമായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. എങ്കിലും പാർട്ടി ആ പരിഗണനയിലൊക്കെ കഴിയുന്ന എന്താ പറയുക ചർച്ചകൾക്കകത്ത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, ആലത്തൂരിനെ പ്രതിനിധീകരിച്ച്, കേരളത്തിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നാടും വീടും ഒക്കെ മിസ് ചെയ്യാറുണ്ടോ? അപ്പോൾ ഇവിടെ ആലത്തൂരുകാരിയായിട്ട് ജീവിക്കുകയാണ് കഴിഞ്ഞ ഏതാണ്ട് 5 കൊല്ലമായിട്ട്. നാട് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ് ആലത്തൂർ എന്ന് പറയുന്ന പാർലമെൻറ്റ് മണ്ഡലം. അതിനോടൊപ്പം തന്നെ വീട്ടിലെ നല്ല ഒക്കേഷനുകൾ, എന്തെങ്കിലും കല്യാണങ്ങൾ നടക്കുന്ന സമയത്ത്, അതേപോലെ ഓണം, അങ്ങനെ തുടങ്ങുന്ന ഉത്സവങ്ങളുടെ ദിവസങ്ങൾ, പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വീടുകളിൽ പോവുകയും ആ ചുറ്റുപാടുമുള്ള ആ സന്തോഷത്തിനകത്തും അവരുടെ ആ ദുഃഖത്തിനകത്തും ഒക്കെ പങ്കുചേരും. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും പാർലമെൻറ്റ് മണ്ഡലത്തിൽ തന്നെയാണ്. പിന്നെ പാർലമെൻറ്റ് സമ്മേളനം വരുന്ന സമയങ്ങളിൽ ആ സഭയുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് പിന്നീട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ KPCCയോ AICCയോ വെക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട പരിപാടികളുണ്ടാവുമല്ലോ, ആ പരിപാടികളിലാണ് പിന്നെ കുറച്ചൊരു സമയം കൊടുക്കുന്നത്. ബാക്കി എല്ലാ സമയങ്ങളിലും മണ്ഡലങ്ങളിൽ തന്നെയാണ്. ഇപ്പോൾ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും LDF ജയിച്ചിട്ടുള്ള മണ്ഡലമാണിത്. അപ്പോൾ ഇത്തവണ നഷ്ടപ്പെട്ടു പോയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDF ഏത് വിധേനയും പരിശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെക്കാളും ശക്തമായ ഒരു മത്സരം ഇക്കുറി പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം ഇതൊരു രാഷ്ട്രീയ ആശയപരമായിട്ടുള്ള ഒരു മത്സരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്തൊരു കാൻഡിഡേറ്റ് ഉണ്ടാവുക എന്നുള്ളത് ആ ആശയപരമായിട്ടുള്ളൊരു മത്സരത്തിൽ സ്വാഭാവികമായിട്ടും ഒരു കാൻഡിഡേറ്റ് അപ്പുറത്തുണ്ടാകും. പക്ഷേ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലം എൻ്റെ കുടുംബമാണ്. കാരണം ഈ കുന്നംകുളവും ചേലക്കരയും വടക്കാഞ്ചേരി ഉൾക്കൊള്ളുന്ന, ആലത്തൂരും തരൂരും ചിറ്റൂരും നെന്മാറയും ഉൾക്കൊള്ളുന്ന പ്രദേശം ഒരു കുടുംബമാണ്. എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ മണ്ഡലത്തിലെ എൻ്റെ അമ്മമാരും സഹോദരന്മാരും ഉൾക്കൊള്ളുന്ന കുടുംബമാണ്. അപ്പോൾ ആ ഒരു വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ വിശ്വാസം എൻ്റെ കൂടെ തന്നെയാണ്. ആ അമ്മമാരുടെ പിന്തുണ, ആ സഹോദരന്മാരുടെ പിന്തുണ, അത് ഉറപ്പായിട്ടും ആലത്തൂരിൽ തുടർന്നും എനിക്കതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ. ഇടയ്ക്ക് സുനിൽ കനുകോല് ഒരു പെർഫോമൻസ് റിപ്പോർട്ട് കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു പത്രമാധ്യമങ്ങളിലൊക്കെ. അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പാർട്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല, ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് സോഴ്സ് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അന്വേഷിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് കിട്ടാത്തൊരു സാധനം നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയുന്നതിൽ വളരെ ആശ്ചര്യമുണ്ട്. അല്ല, അങ്ങനെ അപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ മണ്ഡലത്തിലെ പെർഫോമൻസിനെ സംബന്ധിച്ച് അങ്ങനെ വേറൊരു പരിശോധന, അതായത് രാഷ്ട്രീയമായി ഇപ്പോൾ കോൺഗ്രസ് കാൻഡിഡേറ്റ്സിനെ തീരുമാനിക്കുക എന്നുള്ളതിന് അപ്പുറത്തൊരു പ്രൊഫഷണൽ ഏജൻസി പരിശോധിച്ചിട്ട് അങ്ങനെ റിപ്പോർട്ട് കാർഡ് ഉണ്ടാക്കിയിട്ട് സ്ഥാനാർത്ഥിയെ മാറ്റണോ വേണ്ടയോ അങ്ങനെയൊക്കെയുള്ള ചർച്ച കോൺഗ്രസിൽ നടക്കുമോ? അതിപ്പം കോൺഗ്രസ് പ്രസിഡന്റിനോട് തന്നെ ചോദിക്കേണ്ടി വരും. അങ്ങനത്തെ പെർഫോമൻസ് ലിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തേനൊന്നും ഞങ്ങളുടെ അടുത്ത് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഏത് ഏജൻസി വന്ന് എന്ത് അസസ്മെന്റ് നടത്തിയാലും എന്ത് ഓഡിറ്റ് നടത്തിയാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഈ മണ്ഡലത്തിൽ പോസിറ്റീവേ ഉള്ളൂ എന്നൊരു കോൺഫിഡൻസ് ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ കൂടെ ഇപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പേര് ടീ ബ്രേക്ക് വിത്ത് MP. ഞാൻ പറയുന്നു ടീ ബ്രേക്ക് വിത്ത് അഭിലാഷ് മോഹൻ. ആലത്തൂരോ കുഴൽമന്ദമോ എൻ്റെ നെന്മാറയോ ചിറ്റൂരോ നമുക്കൊരു ടീ ബ്രേക്ക് നടത്താം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എങ്ങനെയാണ് ഓരോ വീട്ടിലെയും അംഗങ്ങൾക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും അവരുടെ വീട്ടിലൊരു അംഗം പോലെയുള്ള എന്നോടുള്ള സമീപനം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ചായ കുടിക്കുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് പ്രോഗ്രാം നമ്മുടെ മണ്ഡലത്തിൽ ഏതെങ്കിലും ടൗണിലേക്ക് നമ്മൾ മാറ്റുന്നതായിരിക്കും ഉചിതം. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഈ ഇലക്ഷൻ സർവേകളൊക്കെ വന്നു തുടങ്ങി, ശ്രദ്ധിക്കാറുണ്ടോ അതൊക്കെ? കഴിയുന്നതും ആ സർവേയിലേക്കുള്ള പോകാനോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാനുള്ള ഒരു സമയം നമ്മുടെ കയ്യിലില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മണ്ഡലങ്ങളിലെ പ്രോഗ്രാമുകൾ, ഇപ്പോൾ സ്കൂൾ വാർഷികങ്ങൾ, അതേപോലെ തന്നെ മറ്റ് കുടുംബ സംഗമങ്ങൾ, ജില്ലാതലത്തിലുള്ള പരിപാടികൾ, സ്കൂൾ കലോത്സവങ്ങൾ, ഇതിൻ്റെ ഒരു തകൃതിയായിട്ടുള്ള മത്സര പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഡിസംബർ മാസം നിങ്ങൾക്കറിയാം പാർലമെൻറ്റ് സമ്മേളനങ്ങൾ. ഇപ്പം നമ്മുടെ
മണ്ഡലത്തിൽ നിന്ന് തയ്യാറാക്കുന്ന കത്തുകൾ, വിവിധ വിഷയങ്ങൾ, ഇതെല്ലാം പാർലമെൻറ്റിൽ കൊണ്ടുപോയി ഓരോ വകുപ്പിനകത്തേക്കും എത്തിക്കുന്നത്, പ്രത്യേകിച്ച് ചികിത്സാ സഹായം പോലും നമുക്ക് ഒരു വർഷം 38 എണ്ണാണ് നമുക്ക് അനുവദിച്ചു തരുന്നത്. പക്ഷേ നമ്മളൊക്കെ കൊടുത്തിരിക്കുന്നത് 100-ൽ പരം അപേക്ഷകളാണ്. ഞാൻ മാത്രമല്ല, എല്ലാ MP-മാരും. അപ്പോൾ അതിൽ നമുക്ക് 38-ൽ എത്ര കൂടുതൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും? കാരണം സാധാരണക്കാരനാണ് ചികിത്സയ്ക്ക് വേണ്ടി ക്യാൻസറും അതേപോലെ ട്രാൻസ്പ്ലാന്റേഷനും ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെയൊക്കെ ഒരു നെട്ടോട്ടം നടക്കുന്ന ഒരു സമയമാണ് ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത്. അപ്പോൾ അതും മണ്ഡലത്തിൽ ഈ ശനി ഞായറുള്ള പരിപാടി ഇതെല്ലാം മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത്തരം സർവേകൾ പലപ്പോഴും പല സുഹൃത്തുക്കളും കാണിക്കുമ്പോഴും അല്ലെങ്കിൽ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ, നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ, ശരി നിങ്ങൾ ലിങ്ക് അയക്കൂ ഞാൻ നോക്കാമെന്ന് പറയും. ചിലപ്പോൾ അത് നോക്കും, ചിലപ്പോൾ നമ്മളെടുത്ത് മറന്നു പോകുന്നത് നമ്മുടെ ഈ എന്താ പറയുക മണ്ഡലത്തിലായിട്ടുള്ള വിഷയങ്ങൾ സഭയിലേക്കും മിനിസ്റ്റേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുന്ന ഒരു സമയമാണ്. അതല്ലാതെ ഏതെങ്കിലും പ്രത്യേക ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കും. കാരണം നമുക്ക് എപ്പോഴും വീട്ടിലിരുന്നൊരു TV കാണാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് അത് നിങ്ങളുടെ ലൈവായിട്ട് ഇപ്പോൾ നമുക്ക് ഫോണിൽ കിട്ടും. അപ്പോൾ നമ്മളെ യാത്രയിൽ അത്തരം ചില സാഹചര്യങ്ങളിൽ നമ്മളത് കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യും. പക്ഷേ എന്തൊക്കെ ശ്രദ്ധിച്ചാലും ആ സർവേയുടെ പുറകെ പോയി അല്ലെങ്കിൽ അത്തരം സർവേകളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ആരെങ്കിലും കയറ്റിവിടാൻ ആഗ്രഹിച്ചാൽ ആ നെഗറ്റീവിനെ പുറത്തു നിർത്താൻ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിയുള്ളൂ. കാരണം നമ്മൾ വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് സ്വന്തമായിട്ടൊരു സർവേ ഉണ്ടാവുമല്ലോ മനസ്സിൽ, ജനങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത്, അതുകൊണ്ട് വേറൊരു ഏജൻസി എക്സ്റ്റേണലി പോൾസ്റ്റേഴ്സ് ഒക്കെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെതായ ഒരു സർവേ ഉണ്ടെന്നൊരു ആത്മവിശ്വാസമുണ്ട്. 100%. കാരണം അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചായ കുടിക്കാൻ ഈ പ്രോഗ്രാം നമ്മുടെ ഒരു സെൻറ്ററിലേക്ക് ഏതെങ്കിലും ഒരു ടൗണിലേക്ക് മാറ്റുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് ആ സർവേ നേരിട്ട് ജനങ്ങളോട് ചോദിച്ചെടുക്കാൻ പറ്റും. മത്സരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ? തയ്യാറെടുപ്പ്, നമ്മൾ മാനസികമായ തയ്യാറെടുപ്പൊക്കെ എന്തായാലും വേണമല്ലോ. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ അറിയാം, കഴിഞ്ഞ പാർലമെൻറ്റ് റിസൾട്ടിന് ശേഷം നമ്മളെ സംബന്ധിച്ച് ഒരു എന്താ പറയുക മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഓരോ സമയവും നമ്മുടെ ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ടുള്ള വർക്ക് തന്നെയാണ്, ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ തന്നെയാണ് നമ്മൾ പൂർണ്ണ സമയവും ചെലവഴിക്കുന്നത്. അപ്പം അതിനോടൊപ്പം മറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പാർട്ടിയാണ് ഏകോപിപ്പിക്കുക. അത് പാർട്ടി വോട്ട് ചേർക്കൽ മുതൽ അങ്ങോട്ട് മണ്ഡലം തലത്തിൽ ബൂത്ത് തലത്തിലൊക്കെ പ്രവർത്തകരെ സജ്ജരാക്കൽ, അതിനൊക്കെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെയുള്ള സംവിധാനം ഇതിനോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലായി കഴിഞ്ഞു. കാരണം MP-മാരും ഈ കാര്യത്തിൽ സ്വന്തം തെരഞ്ഞെടുപ്പാണല്ലോ, അപ്പോൾ ഒന്ന് അക്കാര്യത്തിൽ ഒരു ആലോചന നടത്തണ്ടേ? KPCC ഇപ്പം K. സുധാകരൻ MP-യുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനം പാർട്ടി നേരിട്ട് തന്നെയാണ് അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകർ, കാരണം അവരെ സംബന്ധിച്ച് രമ്യ ഹരിദാസോ അല്ലെങ്കിൽ ആരെന്നോ എന്നുള്ളതില്ല, അവർ കാലാകാലങ്ങളായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ വോട്ട് ചേർത്തലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പോസ്റ്റർ ഒട്ടിക്കുകയും അതിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം ഓൾറെഡി ഉണ്ട്. അത് ഓരോ പ്രസിഡന്റുമാർ മാറി വരുന്ന സമയത്ത് അതിന്റെ പ്രവർത്തന ശൈലിയിൽ മാറ്റം ഉണ്ടാവും. അതിനകത്ത് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം എൻ്റെ സഹപ്രവർത്തകർ 100% എനിക്ക് വിശ്വാസമാണ്, എൻ്റെ ആത്മവിശ്വാസം അവരാണ്. ഞാൻ വരുന്നതിന് മുൻപേ ഈ സംവിധാനം സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്നവരെടുത്ത് എനിക്കൊരു ആത്മവിശ്വാസക്കുറവുമില്ല. അത് പാർട്ടി പ്രവർത്തനം, പാർട്ടി കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യും. നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്ന, നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ രാഷ്ട്രീയം നോക്കാതെ, കാരണം ഒരു വ്യത്യാസവുമില്ലാതെ നമ്മുടെ മുൻപിൽ എത്തിച്ചേരുന്നവൻ്റെ ഏറ്റവും അവസാനത്തെ വാതിലായിരിക്കും അവൻ വന്ന് മുട്ടി വിളിക്കുക. അവിടെ രാഷ്ട്രീയമില്ല. അവന് വിശപ്പാണോ, അവൻ്റെ ജോലിയാണോ, അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളിൽ അവസാനം വന്ന് വിളിക്കുന്ന വാതിലായിരിക്കാം നമ്മുടെ മുൻപിൽ. അത് രാഷ്ട്രീയം നോക്കാതെ ഈ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചേർന്ന് നിൽക്കുവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അത് കഴിവിൻ്റെ പരമാവധി ചെയ്യുവാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. അത് മുന്നോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രമ്യ ഹരിദാസ് MP കണ്ടിട്ട് ഒരു പാട്ട് പാടിച്ചില്ലെങ്കിൽ നാട്ടുകാർ എന്നോട് ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ പാട്ട് പാടാൻ പറഞ്ഞില്ല? ഒരു പാട്ട്. രാജ്ഘട്ടിൽ ബാപ്പുജി, വീർഭൂവിൽ രാജീവും, ശക്തിസ്ഥലിൽ ഇന്ദിരയും, ധീര രക്തസാക്ഷികൾ, നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ, നിങ്ങൾ തൻ കിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടാം.
കോൺഗ്രസ് ആണു ഭാരതത്തിൻ മർത്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. ഇനി ആലത്തൂര് പാർലമെന്റിലേക്ക് വന്നാൽ പലപ്പോഴും നമ്മളെടുത്ത് പറയുന്ന പാട്ടാണ് മണിച്ചേട്ടൻ്റെ പാട്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ എപ്പോഴും ചോദിക്കുന്ന പാട്ട്. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ, നിഴലു പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലു പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. ഏതാ പാട്ട്? കറക്റ്റ്, മണിച്ചേട്ടൻ പാടിയ പാട്ട്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ, മിന്നാമിനുങ്ങേ. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം പോലെ ഈ പ്രദേശങ്ങളിലെല്ലാം വെളിച്ചം ചേർത്ത് നിർത്തിക്കൊണ്ട്, എല്ലാവരിലേക്കും വെളിച്ചം എത്തിച്ചുകൊണ്ട് ചേർന്ന് നടത്തുവാൻ ആലത്തൂരിനൊപ്പം രമ്യ ഹരിദാസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും പാട്ടും പാടി ജയിക്കാൻ ഒരുങ്ങാണ്. താങ്ക് യു.